ബാംഗ്ലൂരിൽ ഡോക്ടറായ ഭർത്താവ് ഭാര്യയെ മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. ഡോക്ടർ കൂടിയായ ഭാര്യയുടെ കൊലപാതകത്തിന് പിന്നാലെ നിനക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയതെന്ന് പ്രതിയായ ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി 5 സ്ത്രീകൾക്ക് സന്ദേശം അയച്ചതായി പോലീസ് വ്യക്തമാക്കി. ഭാര്യ മരിച്ച ആഴ്ചകൾക്ക് ശേഷമായിരുന്നു ഇത്. തന്റെ വിവാഹാഭ്യർത്ഥന നിരസിച്ച മെഡിക്കൽ പ്രൊഫഷണലായ ഒരു യുവതി ഉൾപ്പെടെയുള്ളവർക്കാണ് ഡോക്ടർ മെസ്സേജ് അയച്ചത്. മെഡിക്കൽ പ്രൊഫഷണലായ യുവതിക്ക് അയച്ച സന്ദേശമാണ് ഇതിൽ നിർണായകം. യുവതി സമൂഹ മാധ്യമങ്ങളിൽ ഇയാളെ ആദ്യം തന്നെ ബ്ലോക്ക് ചെയ്തിരുന്നു. അതിനാൽ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പായ ഫോൺ പേ വഴിയാണ് ഡോക്ടർ മഹേന്ദ്ര സന്ദേശം അയച്ചതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. തന്നോട് എങ്ങനെയെങ്കിലും സംസാരിക്കാൻ അയാൾ കണ്ടെത്തിയ ഒരു മാർഗം മാത്രമാണെന്നാണ് യുവതി ആദ്യം കരുതിയത്. എന്നാൽ കേസിൽ മഹേന്ദ്ര അറസ്റ്റിലായതോടെ യുവതിക്കും കാര്യം വ്യക്തമായി. അതേസമയം കുറ്റകൃത്യത്തിൽ യുവതിക്ക് പങ്കില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 2023 വരെ മഹേന്ദ്ര മുംബൈ സ്വദേശിനിയായ ഒരു സ്ത്രീയുമായി അടുപ്പത്തിലായിരുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ഇയാൾ യുവതിയെ പലതവണ കണ്ടിട്ടുണ്ട്. എന്നാൽ പിന്നീട് സ്വന്തം പിതാവിനെ കൊണ്ട് തന്നെ താൻ മരിച്ചുപോയെന്ന് യുവതിയോട് പറയിപ്പിച്ചു. എന്നാൽ ഭാര്യയുടെ മരണശേഷം സെപ്റ്റംബറിൽ മഹേന്ദ്ര വീണ്ടും യുവതിയെ വിളിക്കുകയും താൻ മരിച്ചിട്ടില്ലെന്ന് പറയുകയും ചെയ്തു. ഭാര്യ മരിച്ചുപോയതിനാൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇയാൾ പറയുകയും ചെയ്തിട്ടുണ്ട്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് മഹേന്ദ്രയുടെ ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുത്തു. ഇയാൾ സന്ദേശം അയച്ച മെഡിക്കൽ പ്രൊഫഷണലായ യുവതിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ പോലീസ് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. രണ്ടാമതും വിവാഹം കഴിക്കാൻ വേണ്ടിയായിരിക്കും മുൻപ് തന്നെ ഉപേക്ഷിച്ച സ്ത്രീയുമായി ബന്ധപ്പെടുകയും വീണ്ടും വിവാഹാഭ്യർത്ഥന നടത്തിയതെന്നുമാണ് പോലീസ് കരുതുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 24-ാം തീയതിയാണ് അമിതമായ അളവിൽ അനസ്തീഷ്യ മരുന്നുകൾ കുത്തിവെച്ച് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി ഭാര്യയായ ഡോക്ടർ കൃതികയെ കൊലപ്പെടുത്തിയത്. ഒക്ടോബർ 14-ന് ഉടുപ്പിയിലെ മണിപ്പാലിൽ നിന്നാണ് മഹേന്ദ്രയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. മരണം സ്വാഭാവികമാണെന്ന് വരുത്തി തീർക്കാൻ പ്രതി തന്റെ മെഡിക്കൽ വൈദഗ്ധ്യം ഉപയോഗിച്ചതായാണ് പോലീസ് കരുതുന്നത്.